സാർ, സംസ്ഥാന സർക്കാരിൻ്റെ തനത് നികുതി വരുമാനത്തിലും അഭിമാനകരമായ വളർച്ച, നികുതിയേതര വരുമാനത്തിലും അഭിമാനകരമായ വളർച്ചയുണ്ടായി. നികുതിയേതര വരുമാനമായി 24,898 കോടി രൂപയോളം അധികമായി പിടിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. നികുതിയേതര വരുമാനത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വാർഷിക ശരാശരി 14,455 കോടി രൂപയായിരുന്നു. ഈ സർക്കാരിൻ്റെ കാലത്ത് അത് 15,435 കോടിയായി ഉയർന്നിട്ടുണ്ട് സാർ. 25-26 കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ഇത് വീണ്ടും ഉയരും. ചുരുക്കി പറഞ്ഞാൽ തനത് നികുതി വരുമാനത്തിലും നികുതിയേതര വരുമാനത്തിനുമായി 1,52,645 കോടിയിലേറെ നമുക്ക് അധികമായി 5 വർഷക്കാലം കൊണ്ട് പിരിച്ചെടുക്കാൻ കഴിഞ്ഞു സാർ. അതാണ് കടുത്ത കേന്ദ്ര അവഗണനയ്ക്കിടയിൽ നമ്മെ പിടിച്ചു നിർത്താൻ സഹായിച്ചത്. അതായിരുന്നു ധനമന്ത്രിയുടെ കയ്യിലെ മാന്ത്രിക ദണ്ട്. അധികമായി പിരിച്ചെടുത്ത തനത് നികുതി വരുമാനം, നികുതിയേതര വരുമാനം, ഈ അവസരത്തിൽ ഈ നേട്ടം സാധ്യമാക്കിയ സർക്കാർ ഉദ്യോഗസ്ഥരെയും സർവോപരി നികുതിദായകരെയും അഭിനന്ദിക്കുകയാണ്. അവരോടുള്ള സർക്കാരിൻ്റെ കടപ്പാട് അറിയിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. സാർ, നികുതിദായകരോട് ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറരുത് എന്ന കാര്യം ഉദ്യോഗസ്ഥന്മാരോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. നികുതിദായകർ കഠിനാധ്വാനം ചെയ്ത് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് സർക്കാരിന് നികുതിയേതര വരുമാനം ഉണ്ടാകുന്നത്. പശ്ചാത്തല മേഖലയിലും മറ്റും പുരോഗതി സാധ്യമാക്കിക്കൊണ്ട് എല്ലാ ഉൽപ്പാദകരെയും സഹായിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം നികുതി നായകരെ ആദരിക്കാനും അവർക്ക് പുരസ്കാരം നൽകാനും സർക്കാർ ആലോചിക്കുന്നു. ഇതിനായി 5 കോടി രൂപ നീക്കിവെക്കുന്നു. പുരസ്കാരത്തിനുള്ള മാർഗ്ഗനിർദ്ദേശം നികുതി വകുപ്പ് തയ്യാറാക്കും. സാർ, സംസ്ഥാന സർക്കാരിൻ്റെ നികുതിയേതര വരുമാനം ഇനിയേറെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് കേന്ദ്രത്തിൻ്റെ പിന്തുണയോടുകൂടി വേണം. GST വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ സംസ്ഥാനത്തെ നികുതി ഭരണം മെച്ചപ്പെട്ടാൽ മാത്രം പോരാ. IGST വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഭരണപരവും സാങ്കേതികവുമായ പോരായ്മകൾ പരിഹരിക്കണം. ഒപ്പം കേന്ദ്രത്തിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും നികുതി ഭരണം കൂടുതൽ മെച്ചപ്പെടുകയും വേണം.